majority of them left this world. Now this generation, without having that experience, they are little hesitant. Even then, they are resisting, fighting. But there is a sorry story in this sort of the attack of the Trinamool patronized hoodlums. ഇത്തരം ആക്രമണങ്ങൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേരെ നടക്കുന്നത് ആദ്യമായിട്ടല്ല. മുൻപ് ബംഗാളിൽ സമാനമായതോ ശക്തമായിട്ടുള്ള എതിർപ്പ് ആക്രമണം നടന്നിരുന്നു കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത്. പക്ഷേ ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണം വരുമ്പോൾ അവർ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലയിലും അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്ന് ആളുകൾക്ക് വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന അടക്കമുള്ള അനുഭവങ്ങളുണ്ട്. മുൻ അനുഭവങ്ങളുള്ള തലമുറ, പഴയ തലമുറ ഇപ്പോൾ അത്രയും പേര് സജീവമായ രാഷ്ട്രീയ രംഗത്തില്ല. പുതിയ തലമുറ ഇത് അവർക്കൊരു പുതിയ അനുഭവമാണ്. പക്ഷേ ആ തലമുറയും ഈ കാര്യങ്ങളെ നേരിട്ട് സമരമുഖം തുറക്കാനായിട്ട് വരുന്നു. പക്ഷേ പ്രായോഗികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. All of you know that the Bengal Chief Minister is a woman. And when atrocities on women take place, molestation take place, when women were raped and killed, our Chief Minister used to say, it's a very small issue. That's a very small issue. And when their people, TMC, are arrested for corrupt practices, they say this is also a small matter. But when their leader in the Lok Sabha is arrested for the fraudulent activities, has not yet been judged. But where from they got the money? That was asked by the CBI and ED. Then they started movement against the arrest. The arrest of Sudeep Banerjee, the leader of TMC in Lok Sabha. They all time try to play on the issue. If their people, they are arrested for this reason or that reason, then their leaders, ministers go to the police station to release them. This way, they have snatched the rights of the common people and they have given the rights to the TMC people to loot Bengal. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ബംഗാളിലെ മുഖ്യമന്ത്രി ഒരു വനിതയാണ്. പക്ഷേ വനിതകൾക്ക് നേരെ എന്തെങ്കിലും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ചെറിയ സംഭവമാണെന്നാണ് സ്ഥിരമായി പറയുന്ന രീതി. അതുമാത്രമല്ല, അഴിമതി കേസിനകത്ത് ആരെങ്കിലുമൊക്കെ അറസ്റ്റിലാവുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ അറസ്റ്റിലാവുമ്പോഴും അവർ പറയും ഇതൊരു ചെറിയ സംഭവമാണെന്ന്. അഴിമതി അവർക്കൊരു ചെറിയ സംഭവം മാത്രമാണ്. ഇപ്പോൾ അവരുടെ ലോക്സഭയിലെ ലീഡർ ഒരു അഴിമതി കേസിനകത്ത് അറസ്റ്റിലാണ്, സുദീപ് ബാനർജി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിനകത്ത് എവിടെ നിന്നാണ് ഈ അഴിമതി പണം ഉണ്ടാക്കിയ കാര്യമൊക്കെ ചോദിക്കുമ്പോഴും അതിനെതിരെ കാര്യങ്ങൾ പറയാതെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അവിടെ ബംഗാളിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഏതെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തൃണമൂലുകാർ ചെന്നിട്ട് അവരെ പിടിച്ചിറക്കിക്കൊണ്ട് പോവുക, സാധാരണക്കാർക്ക് ഉള്ള യാതൊരു ന്യായവും കിട്ടാതിരിക്കുക തുടങ്ങി ഉള്ള സമീപനങ്ങളാണ് അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. This is not the whole picture of Bengal. In different parts of the state, people have started resisting this obnoxious attack of the TMC. The women are also resisting. The working class, peasantry, they are also coming forward to resist. And I can assure you, those who are fighting for red flag, that
They said that the red flag will not be seen in Bengal. And the people from different parts of the state are challenging red flag. Red flag will be waved in all parts of the state. Nobody can stop the waving of the red flag. So finally, I want to assure you that Bengal fighting people, communist, left, and other democratic people will definitely defeat the game plan of TMC, and the democratic rights will be re-established in Bengal. With this word, I thank you once again. Thank you all. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പക്ഷേ ജനങ്ങളുടെ എതിർ ശബ്ദം അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ വനിതകൾ അതിശക്തമായി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ജനാധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ എതിർപ്പുകൾ തൃണമൂലിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും ഭാവി ശോഭനമല്ല എന്ന് കരുതേണ്ട, ഭാവി ശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയുന്നതാണ്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാം മുമ്പിൽ ഒരു കാര്യം ഉറപ്പ് പറയുന്നു. ബംഗാളിലെ ചുവന്ന കൊടി താഴ്ന്നു പോവുകയാണെന്നുള്ള പ്രചരണമുണ്ടല്ലോ. ബംഗാളിലെ ചുവന്ന കൊടി അങ്ങനെ താഴ്ന്നു പോവില്ല. എല്ലാ ഗ്രാമാന്തരങ്ങളിലും ആ ചുവന്ന കൊടി കൂടുതൽ ഉയർത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഇവിടത്തെ ഈ കൂടിയിരിക്കുന്ന മുഴുവൻ സഹാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാവ് പ്രസംഗം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സംസാരിക്കും. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന ഈ മഹാസമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും പാർട്ടി നേതാക്കൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരും ഒരു വിശദമായ പ്രസംഗം ഇനി പ്രതീക്ഷിക്കില്ല എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വിശദമായൊരു പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പടിഞ്ഞാറൻ ബംഗാളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ സഖാ ബിപിൻ ബാസു ഇവിടെ വിവരിക്കുകയുണ്ടായി. എന്നാൽ വങ്കനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരിലും ആവേശം ഉയർത്തുന്നതാണ്. അവിടെ അതിക്രമങ്ങളെ നേരിടുന്ന സഖാക്കളോടും ജനങ്ങളോടും നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. നമ്മുടെ രാജ്യത്ത് RSSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. ആ സ്വഭാവം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം വിവിധ സംസ്ഥാനങ്ങളുടേതായ ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്. അത്തരമൊരു രാജ്യത്ത് ജനാധിപത്യ രീതി അനുസരിച്ച് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. എന്നാൽ ചില നീക്കങ്ങൾ അത്യന്തം പകപോക്കലൂടെയും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം എടുത്താൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയോട് കാണിച്ച സമീപനം 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കുന്നതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ രാജ്യത്തെല്ലായിടവും ഒരേപോലെ പ്രയാസമുണ്ടാക്കിയതാണ്. എന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന നടപടി എന്തിനു സ്വീകരിച്ചു? കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക കുറവുകളുണ്ട് എന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടെയാണ് RSSൻ്റെ സ്വഭാവം കാണേണ്ടത്. RSSന് RSSൻ്റേതായ സ്വഭാവമുണ്ട്. RSS കലാപങ്ങൾ നടത്താൻ പരിശീലനം നേടിയവരാണ്. ആ പരിശീലനത്തിൻ്റെ ഭാഗമായി നുണ എങ്ങനെ പ്രചരിപ്പിക്കണം എന്നതിനെക്കുറിച്ചും അവർക്കറിയാം. ഇവിടെ പ്രചരിപ്പിച്ചൊരു നുണയുണ്ട്. ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളാകെ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണ്. ഏതോ ചില പരിശോധനകൾ നടന്നു എന്ന് പറയുന്നുണ്ട്. എവിടുന്നാണ് കള്ളപ്പണം കിട്ടിയത്? ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അപ്പോൾ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക. തങ്ങളുടെ ഉദ്ദേശം കേരളത്തിൻ്റെ സഹകരണ മേഖലയെ പോലുള്ള അതിസമ്പന്നമായൊരു മേഖലയെ തകർത്ത് കേരളത്തെ പാപ്പരീകരിക്കുക. ഇത് ദുരുപദിഷ്ടമായ നീക്കമാണ്. ഇപ്പോഴും സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. മറ്റു പ്രശ്നങ്ങൾ അതേപോലെ കിടക്കുന്നു. പക്ഷേ സഹകരണ സ്ഥാപനങ്ങൾ, ഇവിടെയുള്ള പ്രൈമറി ബാങ്കുകൾ, അവയ്ക്ക് സ്വാഭാവികമായി പ്രവർത്തിച്ചു പോകാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇപ്പോഴുണ്ടായൊരു പ്രശ്നമുണ്ട്. ഡിസംബർ 30 വരെ ആയിരുന്നല്ലോ അവധി ഈ പണം മാറ്റിയെടുക്കാനുള്ളത്. എന്നാൽ NRIക്കാരായ, അതായത് നമ്മുടെ വിദേശത്തുള്ള ഇന്ത്യക്കാർ, അവർക്ക് മാർച്ച് വരെ അവധിയുണ്ട് ഈ പണം മാറ്റിയെടുക്കാൻ. ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അറിയാം, കേരളം എന്നൊരു സംസ്ഥാനം നല്ലതുപോലെ NRIക്കാരുള്ള സംസ്ഥാനമാണ്. അതറിയാത്തതല്ല കേന്ദ്ര ഗവൺമെൻറ്റിന്. പക്ഷെ ഈ പണം മാറ്റിയെടുക്കാനുള്ള ഒരവസരം, ഒരു സ്ഥാപനം കേരളത്തിലില്ല. മുംബൈ പോലെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് അവർ. ഇന്ത്യയിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. NRIക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആലോചിക്കാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സാധിക്കൂ? ജനാധിപത്യ ബോധമുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ കഴിയും. ഫെഡറൽ തത്വം അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ സാധിക്കൂ? കേരളത്തെ മാറ്റി നിർത്തിയിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ് ഇതാവശ്യപ്പെട്ട് ധനകാര്യമന്ത്രിയോടാണല്ലോ, കേന്ദ്ര ധനകാര്യമന്ത്രിയോടാണല്ലോ. അതുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഈ സംസ്ഥാനത്തിന് ആവശ്യമായ സൗകര്യം തരണമെന്ന്. സഹകരണ മേഖലയുടെ പ്രശ്നം ആവശ്യപ്പെട്ടതിൻ്റെ അനുഭവമുണ്ട്. പക്ഷേ അദ്ദേഹത്തോടാണല്ലോ ആവശ്യപ്പെടേണ്ടത്, അതുകൊണ്ട് ആവശ്യപ്പെടുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെ കേരളത്തിൻ്റെ റേഷൻ സംവിധാനമായ തകർത്തതിൻ്റെ കാര്യങ്ങളാകെ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിലേക്ക് പോകുന്നില്ല. സംസ്ഥാനത്തെ എല്ലാ കക്ഷികളെയും ഗവൺമെൻറ് വിളിച്ചു ചേർക്കാൻ പോവുകയാണ്, സർവകക്ഷി യോഗം.
ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ആ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെക്കും. ഈ കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഒന്നിച്ച് നമുക്ക് പറഞ്ഞുകൂടെ എന്നവരോട് ചോദിക്കും. എന്താ ഓരോരുത്തരും സമീപനം സ്വീകരിക്കുന്നത് കാണാം. കാരണം സഹകരണ മേഖലക്ക് നേതൃത്വം കൊടുക്കുന്ന അപൂർവ സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും ആ അപൂർവമെങ്കിലും BJP-ക്കാർ നയിക്കുന്നുണ്ടല്ലോ. എല്ലാ സഹകരണ സ്ഥാപനങ്ങളും കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പറയാൻ ഒരു മടിയും BJP-ക്കാർക്ക് ഉണ്ടായിട്ടില്ല, ഇവിടുത്തെ RSS-കാർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതേ നിലപാട് ഈ അരിയുടെ കാര്യത്തിലും സ്വീകരിക്കാനാണോ പോകുന്നതെന്ന് അറിയില്ല. 2 ലക്ഷം ടണ്ണോളം മെട്രിക് ടണ്ണോളം അരി കിട്ടിയാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനാവും. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമോ? അതിനുവേണ്ടി ആലോചനക്കുള്ള യോഗം, സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ചിലത് സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്, ചിലത് സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതാണ്. സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. അപ്പോൾ ഒരു പ്രത്യേക പകപോക്കൽ സമീപനം സംസ്ഥാനത്തോട് സ്വീകരിക്കാൻ പാടില്ല. ഇതെല്ലാം തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചു വരുന്നത്. ചില പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളം മതസഹിഷ്ണുതയ്ക്ക് പേരുകേട്ട സംസ്ഥാനമാണ്. എന്നാൽ RSS-ന്റെ നേതൃത്വത്തിലുള്ള വർഗീയവൽക്കരണ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ജില്ലകൾ തോറും RSS-ൻ്റെതായ ആക്രമണങ്ങൾ നടക്കുകയാണ്. വൻതോതിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇവിടെ പറഞ്ഞു എങ്ങനെ ആക്രമിക്കണമെന്ന് പരിശീലനം നൽകുന്നു. ആക്രമിക്കാനല്ല, എങ്ങനെ നിശബ്ദമായി ആളെ കൊല്ലാം. അതായത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഒരു ശബ്ദവും പുറത്തു വരാതെ എങ്ങനെ കൊല്ലാം, അതടക്കം പഠിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അത് സാംസ്കാരിക പ്രവർത്തനമാണോ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇവരഴിഞ്ഞാടുന്നു. പലയിടങ്ങളിൽ, പല ജില്ലകളിലും ആക്രമണങ്ങൾ നടത്തുന്നു. ആക്രമണങ്ങൾ RSS നടത്തുക, എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് പ്രചരണം നടത്തുക. ഇതാണിപ്പോൾ RSS സ്വീകരിക്കുന്ന രീതി. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ ഇങ്ങോട്ട് വരിക, RSS-ന്റെ ആക്രമണത്തെ മറച്ചു വെച്ച് RSS-നെ ന്യായീകരിക്കുന്ന നിലപാട് കേന്ദ്രമന്ത്രിമാർ സ്വീകരിക്കുക. ഇതൊരു ഭാഗത്ത്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അത് പലവട്ടം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിയമത്തിൻ്റെതായ വഴിക്ക് പോകും. RSS-കാർ അക്രമം കാണിച്ചാൽ RSS-കാർക്കെതിരെ നടപടിയുണ്ടാവും. അക്രമം കാണിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിരക്ഷ കിട്ടും എന്ന് ധരിക്കരുത്. എന്നാൽ
കേരളത്തിൽ ഒരു കാര്യം എല്ലാവരും ഉറപ്പായി കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിൽ ചില പ്രത്യേക വിഭാഗമായി പോയാൽ ആ വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് കേസിൽപ്പെടുത്തുക, ഉപദ്രവിക്കുക, അത്തരം ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകാറുണ്ട്, പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാറുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എന്തായിരിക്കും നിലപാട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മതന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടുപോയി എന്നതുകൊണ്ട് അത്തരം ആളുകൾക്ക് നേരെ പ്രത്യേകമായ ഒരു പീഡന രീതിയും ഉണ്ടാകില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. കേരള അസംബ്ലിയിൽ തന്നെ ആ നിലപാട് വ്യക്തമാക്കിയതാണ്. അടുത്ത ദിവസം വെച്ചാൽ ഇന്നലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭ മുസ്ലിമിനെ വേട്ടയാടുന്നതിന് നിൽക്കുകയാണ് എന്ന മട്ടിൽ ഒരു പ്രചരണം നടത്തിയതായിട്ട് കണ്ടു. അത് ആടിനെ പട്ടിയാക്കലാണ്. പിന്നെ പേപ്പട്ടിയാക്കി കൊല്ലുക എന്ന് പറയുന്നൊരു ഉറപ്പാണ്ടല്ലോ, ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഗവൺമെന്റ് സമീപനം എന്താണെന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രചരണം അത്ര വേഗം മേശുന്ന ഒന്നല്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത്തരമൊരു പ്രചരണം വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. കേരളത്തിലെ ഒരു കൂട്ടം മതന്യൂനപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എന്നെ കാണാൻ വന്നിരുന്നു. ചില കാര്യങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. അവരുന്നയിച്ച ഒരു കാര്യം ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടിയെക്കുറിച്ചായിരുന്നു. അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അവരുന്നയിക്കുകയുണ്ടായി. ഇപ്പം ഞാൻ സാധാരണ നിലക്ക് ചോദിച്ചു, സിലബസ് സാധാരണ നിലക്ക് ഒരു തർക്ക വിഷയമാകേണ്ട കാര്യമല്ലല്ലോ. കാരണം എപ്പോഴും സിലബസ് സെക്യുലറാണല്ലോ. മതന്യൂനപക്ഷമോ മതഭൂരിപക്ഷമോ എന്ന് നോക്കിയിട്ടല്ലോ സിലബസ് ആയിട്ട് പോകേണ്ട കാര്യമല്ലേ. അതങ്ങനെ തന്നെയാണെന്ന് അവർ പറഞ്ഞു. അവിടെ മതന്യൂനപക്ഷത്തിൻ്റെ സ്കൂളിൽ മതപഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിൽ സാധാരണഗതിയിൽ തെറ്റൊന്നുമില്ല. ഇവരാക്ഷേപം ഉന്നയിച്ചപ്പോൾ പോലീസിൻ്റെതായ ന്യായങ്ങളുണ്ടാവും. ആക്ഷേപം ഉന്നയിച്ചപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട് ആ ആക്ഷേപം അപ്പാട് തള്ളിക്കളയലല്ല. നിങ്ങൾ ഉന്നയിച്ച കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്താം. ഹോം സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ആ കാര്യം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആ ചുമതലപ്പെടുത്തിയതിൻ്റെ അർത്ഥം എന്താ? അത് LDF ഗവൺമെന്റിന്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. പോലീസ് നടത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇവരാക്ഷേപിക്കുന്ന തരത്തിലുള്ള അതിർകവിഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാടില്ല, അത് കണ്ടെത്തുന്നതിനാണ്. അത്തരമൊരു തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഏത് പഠനത്തിൻ്റെ ഭാഗമായാലും ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട. അത്തരം ആക്ഷേപം വരുന്നുണ്ട്. അതടക്കം പരിശോധിക്കാൻ വേണ്ടിയാണ്
ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം UAPA ചുമത്തുന്ന കാര്യമാണ്. UAPAയുടെ കാര്യത്തിൽ, കാപ്പയുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനമുണ്ട്. കാപ്പ നേരത്തെ രാഷ്ട്രീയ പകപോക്കുന്നതിന് വേണ്ടി UDF ഗവൺമെന്റ് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിച്ചിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാർക്കുമെതിരെ കാപ്പ ഉപയോഗിക്കാൻ പാടില്ല. കാരണം കാപ്പയുടെ ഉദ്ദേശം അതല്ല. നിയമത്തിൽ തന്നെ വ്യക്തമായി ഇത് രാഷ്ട്രീയ കേസുകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായ നിർദ്ദേശമായിരുന്നു. സർക്കാരുണ്ടെങ്കിലും നിർദ്ദേശമൊക്കെ ചിലപ്പോൾ മറികടന്ന് പ്രവർത്തിക്കാൻ വിരുദ്ധ ചിലർ കാണിക്കുമല്ലോ. അത്തരത്തിലുള്ള ചില ബിരുദന്മാർ അവരുടേതായ മികവ് കാണിച്ചിട്ടുണ്ട്. ഇടപെടേണ്ടതിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ ഒരു നയമുണ്ട്, ആ നയമാണ് നടപ്പാക്കേണ്ടത്. UAPA വലിയ തോതിൽ ദുരുപയോഗം ചെയ്ത ഒരു നിയമമാണ്. അനാവശ്യമായി ഉപയോഗിക്കേണ്ട ഒന്നല്ലത്. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ UAPA ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. എന്നാൽ തീവ്രവാദ കേസ് വരുന്നു, സ്വാഭാവികമായും അത് NIAക്കും മറച്ചു കൊടുക്കും. അക്കാര്യത്തിൽ UAPA ചുമത്തിയെന്ന് വരും. കാരണം അതിന്റെ തുടക്കത്തിൽ തന്നെ ആ തരത്തിലാണ് വരിക. ഇവിടെ ചെയ്തിരിക്കുന്നത് UAPA ഏതെല്ലാം കേസുകളിൽ ചുമത്തിയിട്ടുണ്ട്. ചില കേസുകളിൽ ചുമത്തിയത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറയുന്ന വാദത്തോട് യോജിക്കുക തന്നെയാണ്. ആ കാര്യങ്ങൾ ആകെ പരിശോധിക്കാൻ, സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ രീതിയിൽ UAPA ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതും ഈ സംഘം സന്ദർശിച്ചപ്പോൾ അവരോട് വ്യക്തമാക്കിയ കാര്യമായിരുന്നു. അപ്പോ മതന്യൂനപക്ഷത്തിൽപ്പെട്ടു എന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രയാസവും ഈ കേരളത്തിൽ ആർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. ഏതെങ്കിലും പ്രശ്നം തെറ്റായ രീതിയിൽ ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്തു എന്ന് കേട്ടാൽ അത് ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ആളുകൾ പറയുന്നതിന് മുൻപ് തന്നെ ഇടപെട്ട് തിരുത്തിക്കുന്ന ഗവൺമെന്റാണ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. അത് ബന്ധപ്പെട്ടവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ന്യൂനപക്ഷമായി പോയി എന്തുകൊണ്ട് ഒരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ തീവ്രവാദ നീക്കങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിൽ ജാഗ്രത കാണിക്കണം. അതിനോട് വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റില്ല. അതിനോട് വിട്ടുവീഴ്ച കാണിച്ചാൽ നമ്മുടെ നാടിനെ അപകടകരമായൊരു ഭാവി വരും. ഈ നാടിനെ അപകടത്തിലേക്ക് നയിക്കാനല്ല നമ്മൾ ആരും നിൽക്കുന്നത്. ഇപ്പൊ തീവ്രവാദത്തെ തീവ്രവാദം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് എതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ന്യൂനപക്ഷ വിഭാഗത്തിലെ സെക്കുലറായി ചിന്തിക്കുന്ന എല്ലാ സംഘടനകളും, മിക്കവാറും സംഘടനകളെല്ലാം സെക്കുലറായി ചിന്തിക്കുന്നവയാണ്, എല്ലാവരും തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അവരോട് നേരത്തെ അഭ്യർത്ഥിച്ച കാര്യമാണ്. ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ സന്നദ്ധരാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സഖാവ് സുഭാഷിണി അലി സംസാരിക്കും. Leaders on the dais and my dear sisters and brothers, they are saying speak in Malayalam. എനിക്ക് മലയാളം അറിയില്ല, കുറച്ച് അറിയോ, that's all. It's not enough to make a speech. I would just like to say that for the first time after the great victory of the LDF in the elections, we have all come to Kerala. We all know that our Prime Minister has given a slogan of Swachh Bharat, and he is always with a jhadu doing Swachh Bharat, cleaning Bharat. But it is actually the left and the CPIM that are cleaning India of corruption, that are cleaning India of black money, and that are trying to take India forward in the country. We have heard the speeches of all our comrades. I would just like to tell you, Comrade Sitaram told a story about a conductor in a bus, about a man in a bus who cut the pocket of a poor worker and took the money. And the man did not have money for his ticket, and the pickpocket came with the money and said, I will give you money. I want to tell you, my dear sisters and brothers, in the whole of North India today, people are saying, what is PM? What is PM? PM is pocket mar, and Modi is the biggest pocket mar in the whole world. He has broken all records of pocket mari. So I don't want to make a long speech. We have all been listening to many speeches. We have to fight Modi government. We have to fight their pro-rich policies. We have to fight their anti-farmer policies. And we have to fight the way in which they are trying to destroy the culture of India. Today, Modi and RSS, they are trying to destroy the fabric of Kerala society. They are even trying to communalize Mahabali and the festival of Onam. They say Onam is a Hindu festival. It is not a Kerala festival. It is not a Malayali festival. We know all Malayalis, they celebrate Onam. What is Onam? It is the return of King Mahabali to Kerala. The king who promoted equality, the king who promoted justice. And that King Mahabali, he was tricked by that Vamana avatar. That Vamana avatar who was sent by the gods to defeat Mahabali, he came and said, let me have 3 steps of land. First step, he took the whole land. Second step, he took the rivers. And the third step, Mahabali said, now what will you do? You better put your foot on my head, otherwise the whole of the world will be destroyed. And that Vamana, he put his head on Mahabali, he put his foot on Mahabali's head, and Mahabali had to leave Kerala. But people of Kerala loved him so much that every year Mahabali comes back to Kerala. He comes with the promise of equality. He comes with the promise of justice. I want to tell you, brothers and sisters, who is Mahabali? Mahabali is the people of Kerala. Mahabali are the workers and peasants and the poor people of Kerala. Today, RSS is saying, do not worship Mahabali, worship Vamana avatar. But we have to tell them, we are not fools. We will not allow this Vamana avatar to put his head up, put his foot on our head and push us down. We will push him away, and we will re-establish the unity, prosperity and justice of Mahabali, not only in Kerala, but in the whole of India. With these words, my dear brothers and sisters, I want to thank you for the magnificent victory of the left front government. I want to thank you for showing the way to the people of India how to go forward, unite and struggle with militancy. Students, women, young people, all are in the struggle. The party flag is in front of this struggle, and this struggle will inspire the people of India to go forward. Thank you all very much. Today the BJP wants to tell us what is nationalism, what is the nationalist slogan. I will say, anybody can say any slogan.
we say the slogan of the greatest patriot born in India, Bhagat Singh, Inqilab Zindabad, Inqilab Zindabad. Thank you. ഇംഗ്ലീഷ് പ്രസംഗം ധാരാളം കേട്ട് ഇപ്പോൾ തർജ്ജമ ആവശ്യമില്ലാത്ത വിധത്തിൽ സഖാവ് സുഭാഷിണിയുടെ പ്രസംഗത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഇനി 6 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ കൂടി പ്രസംഗിക്കാറുണ്ട്. അതിനി കൂടുതൽ സമയമെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ സമ്മേളനം അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.